സ്പേസ് ചാനൽ വചനവിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ നിയമത്തെയും പ്രവാചകന്മാരെയും അസാധുവാക്കുവാനല്ല വന്നത്, മറിച്ച് പൂർത്തീകരിക്കുവാനാണ് ഞാൻ വന്നത്. സ്നേഹമുള്ളവരെ, ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സ്ലീഹാകാലത്തിൻ്റെ 1-ാം ഞായറാഴ്ച നാം ആരംഭിക്കുകയാണ്. അതോടൊപ്പം നാം ഇന്ന് പന്തക്കുസ്ത തിരുനാളും ആഘോഷിക്കുന്നു. പന്തക്കുസ്ത തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഏവർക്കും നേർന്നുകൊള്ളുന്നു. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പന്തക്കുസ്ത എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത്? പഴയ നിയമത്തിൽ നമുക്കറിയാം, എന്തു ചെയ്യണമെന്നോ എന്തു പറയണമെന്നോ എവിടേക്ക് പോകണമെന്നോ അറിയാതെ സ്തബ്ധരായി നിന്ന ഒരുപറ്റം ജനക്കൂട്ടത്തിന് ദൈവം നൽകിയ കൽപ്പനകളുടെ ഓർമ്മയാചരണമായിരുന്നു പന്തക്കുസ്ത. പെസഹ തിരുനാളിന് ശേഷം അവരുടെ ആദ്യ ഫലങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുകയും അതുപോലെ തന്നെ ദൈവം നൽകിയ ഈ സ്നേഹത്തിൻ്റെ ഉടമ്പടി 10 കൽപ്പനകൾ അല്ലെങ്കിൽ നിയമങ്ങൾ വീണ്ടും ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയുമായിരുന്നു പഴയ നിയമത്തിലെ പന്തക്കുസ്ത. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, ക്രിസ്തു തൻ്റെ സഹായകനെ അയക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷം നമുക്കറിയാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. സഹായകനെ ഈശോ ലോകത്തിന് നൽകുന്നു. അപ്പോൾ നിയമം, ഫലം, പരിശുദ്ധാത്മാവ്, ഇവ മൂന്നും എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. നിയമം എന്നതുകൊണ്ട് നമുക്കറിയാം, നിയമം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ളതാണ്. നമുക്കൊരു ട്രാഫിക് നിയമങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, സമൂഹത്തിലൊരു ഫലം പുറപ്പെടുവിക്കുവാനാണ്. ഒരു യൂണിവേഴ്സിറ്റിയിലോ സ്കൂളിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ നിയമങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി കൂടിയാണ്. അങ്ങനെയെങ്കിൽ നിയമത്തിൽ ഫലങ്ങളില്ലാത്തതിൻ്റെ കാരണം എന്താണ്? നിയമത്തിൽ സ്നേഹമില്ലാത്തത് കൊണ്ട്. സ്നേഹമുള്ളവരെ, നിയമം മാത്രമായിട്ടിരിക്കുമ്പോഴാണ് നിയമം അസാധുവായി മാറുന്നത്, അല്ലെങ്കിൽ നിയമം നിർജീവമായി മാറുന്നത്. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചു വളർന്നു വരുമ്പോൾ അവൻ നടക്കുവാനായിട്ട് പഠിക്കുകയാണ്. അവന് നിയമങ്ങളൊന്നും ബാധകമല്ല. എന്നാൽ ഒരു പ്രായം കഴിയുമ്പോൾ അവന് നിയമങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നു. സ്കൂളിൽ പോകുമ്പോൾ എപ്രകാരം നടക്കണം, അല്ലെങ്കിൽ ഒരു റോഡിലൂടെ നടക്കുമ്പോൾ എപ്രകാരം നടക്കണം, ഒരു പള്ളിയിലായിരിക്കുമ്പോൾ എപ്രകാരം നടക്കണം എന്നൊക്കെ അവന് നിയമങ്ങൾ കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ്. ഒത്തിരി വിഷമത്തോടു കൂടിയാണ് അവൻ ഏറ്റെടുക്കുന്നതെങ്കിലും ഒരു പ്രായം കഴിയുമ്പോൾ അവനത് മനസ്സിലാകും. ഇത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഇത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഇത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് അവൻ തിരിച്ചറിയും. ഒരുപക്ഷെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ തന്ത വൈബ് ആയി എന്ന് പറയാം. പരിശുദ്ധാത്മാവ് വരുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ വൈബ് എന്താണ് എന്നാണ് നാം ഇന്ന് ധ്യാനിക്കുക. നിയമത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ വൈബായിട്ട് മാറുന്നു. നമുക്കറിയാം, ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിയമങ്ങളായി മാത്രം നിന്നിരുന്ന ഒരു സമയത്താണ്. എന്നാൽ ക്രിസ്തു ഈ നിയമത്തെ മാറ്റി എഴുതുന്നു. സ്നേഹത്തിൻ്റെ സുവിശേഷത്താൽ ഈ നിയമത്തെ മാറ്റി എഴുതുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. പാപികളോടൊപ്പം ഭക്ഷണത്തിനിരുന്നും അവളെ കൊല്ലുക എന്ന് കല്ലെറിഞ്ഞ് ആക്രോശിച്ച ജനക്കൂട്ടത്തോട് അവളെ ഞാൻ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഈശോ നിയമത്തെ മാറ്റി എഴുതി. അങ്ങനെയെങ്കിൽ ഇന്ന് നാം പന്തക്കുസ്ത ആചരിക്കുമ്പോൾ നമ്മുടെ നിയമങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് കടന്നു വരേണ്ടതുണ്ട്. തന്നെ നയിച്ച പരിശുദ്ധാത്മാവിനെയാണ് ഈശോ ലോകത്തിന് വാഗ്ദാനം ചെയ്തത്. തൻ്റെ പരസ്യജീവിതത്തിലുടനീളം തൻ്റെ ആത്മാവ് തന്നെ നയിച്ചുവെങ്കിൽ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ തൻ്റെ ശിഷ്യന്മാരെയും ആത്മാവ് നയിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യണമെന്നോ എന്തു പറയണമെന്നോ എവിടേക്ക് പോകണമെന്നോ അറിയാതെ സ്തബ്ധരായി നിന്ന ശിഷ്യർക്ക് ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ റിജിഡിറ്റി മാറും. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സ്നേഹവും കാരുണ്യവും ദയയും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമുക്കറിയാം, ഒരു തുരുമ്പ് അതിൻ്റെ അവസ്ഥയിൽ നിന്നാൽ, നമുക്കറിയാം ഒരു ഇരുമ്പ് അതിൻ്റെ അവസ്ഥയിലായിരുന്നാൽ അത് തുരുമ്പ് പിടിക്കും.
എന്നാൽ ഈ ഇരുമ്പിനെ നാം പ്രോസസ്സിലൂടെ സിങ്കുമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ അത് തുരുമ്പ് പിടിക്കാതിരിക്കും. ഈ നിയമങ്ങളും ഇപ്രകാരമാണ്. നിയമങ്ങളായി മാത്രം ഇരുന്നാൽ അതിൽ തുരുമ്പ് പിടിക്കും. എന്നാൽ അതിലേക്ക് സ്നേഹം ചേർത്താൽ അത് തീർച്ചയായിട്ടും തുരുമ്പ് പിടിക്കത്തില്ല. നമുക്കറിയാം, ട്രാഫിക് നിയമം നാം അനുസരിക്കണമെന്ന് പറയുന്നു. എന്നാൽ ഒരു റെഡ് ലൈറ്റ് കാണുകയും നാം നിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ആംബുലൻസ് വരുമ്പോൾ നാം കടത്തിവിടാതിരുന്നാൽ അതിനെയാണ് നാം റിജിഡിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഒരു ആംബുലൻസ് വന്ന് അവിടെ സ്നേഹം പ്രകടമാകുമ്പോൾ, അവരെക്കുറിച്ചുള്ള കാരുണ്യം നമ്മുടെ ഉള്ളിൽ പ്രകടമാകുമ്പോൾ തീർച്ചയായിട്ടും റെഡ് ലൈറ്റ് കടക്കുമ്പോഴും കടത്തിവിടുവാനായിട്ട് നാം പരിശ്രമിക്കും. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ പന്തക്കൊസ്താ സുദിനത്തിൽ പരിശുദ്ധാത്മാവിനെ ഈശോ വാഗ്ദാനം ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മുടെ നിയമങ്ങളെ, നമ്മുടെ പിടിവാശികളെ, നമ്മുടേതായിട്ടുള്ള വൈകല്യങ്ങളെ കർത്താവിന് സമർപ്പിക്കുക. പരിശുദ്ധാത്മാവിനോട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക എന്ന് പറയുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കും. ഈശോയുടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളത്താൽ നമ്മുടെ ജീവിതം മാറും. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ കൂടി പന്തക്കൊസ്താ സുദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നാം എല്ലാവരും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.